പെർഫെക്റ്റ് ചോയ്സ്. ഒരു മുട്ടയിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല. വെയിൻ മെഷീനിൽ കാണാൻ പറ്റാത്തത് പുതിയ പുതിയ അറിവുകൾ. ചെറുപയർ തോരൻ. കോംപ്ലക്സ് കാർബ് എന്ന് പറയുമ്പോൾ ഭയങ്കര ടെൻഷൻ, അയ്യോ ഞാൻ ഇത്രയും ചെയ്തു. നമ്മൾ വെയിറ്റ് നോക്കി അങ്ങ് വിടും. കൊള്ളാം, കുറച്ച് കഴിച്ചാൽ മതി. ഒന്നും കഴിക്കാറില്ലല്ലോ. പണ്ണും അതുപോലെ തന്നെ ട്രാജിക് ഒരു കാര്യമാണ്. കൊള്ളാം. പെർഫെക്റ്റ്. ഹായ്, ഞാൻ ഡോക്ടർ അഞ്ജു. വിമണപ്പിൻ്റെ സെക്കൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ്, ഞാൻ ഡോക്ടർ മിന്നു. നമ്മുടെ കൂടെ ഇന്ന് അതിഥിയായിട്ടുള്ളത് ആര്യ PM. ഷീ ഈസ് എ ലൈഫ് സ്റ്റൈൽ കോച്ച് ആൻഡ് ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ. വെൽക്കം ടു ദ ഷോ മാം. താങ്ക് യു. ഓക്കെ, ഫസ്റ്റ് നമുക്ക് അറിയേണ്ടത് അതായത് സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെങ്കിൽ ഒരു 3 ഡയറ്റ് റൂൾസ് ഉണ്ടോ PCOD ഉള്ളവർക്ക്? PCOSന് ഒരുപാട് റൂൾസ് ഉണ്ട്, പക്ഷെ Okay. എടുത്തു പറയാൻ നമുക്കൊരു 3 റൂൾസ് എന്ന് പറയുവാണെങ്കിൽ, ഫസ്റ്റ് റിഫൈൻഡ് കാർബ്സ് ഒഴിവാക്കുക എന്ന് ഞാൻ പറയുന്നില്ല, കുറയ്ക്കുക. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ ഡയറ്റിൽ വരുന്ന വൈറ്റ് റൈസ്, മൈദ പ്രോഡക്റ്റ്, പിന്നെ ഇപ്പോഴത്തെ കുബൂസ്, നാൻ, ഇതൊക്കെ റിഫൈൻഡ് കാർബ്സിൽ വരുന്നതാണ്. സോ ഇതൊക്കെ ഒന്ന് കുറയ്ക്കുക, കൂടെ കോംപ്ലക്സ് കാർബൂടെ ആഡ് ഓൺ ചെയ്യുക. റൂൾ നമ്പർ 2 എന്ന് പറയുന്നത് കോംപ്ലക്സ് കാർബ് എന്ന് പറയുമ്പം കോംപ്ലക്സ് കാർബ് എന്ന് പറയുമ്പോൾ മില്ലറ്റ്, റോൾഡ് ഓട്സ്, കിനോവ. സോ പിന്നെ മില്ലറ്റിന്റെ പിന്നെ നമ്മൾ ഈ ചപ്പാത്തി ഉണ്ടല്ലോ, അത് എടുക്കുന്നതിനേക്കാളും നല്ലതാണ് ഈ വീറ്റ് ബ്രോക്കൺ ആയിട്ട് എടുക്കുന്നത്. മീൻസ് അതിൽ കുറച്ചുകൂടെ ഫൈബർ കണ്ടന്റ് കൂടുതലാണ്. അതുപോലെ സെക്കൻഡ് റൂൾ എന്നാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് പ്രോട്ടീൻ ഇൻടേക്ക് എന്ന് പറയുന്നത്. സോ അത് നമ്മൾ എപ്പോഴെങ്കിലും എടുത്താൽ പോരാ, നമ്മളിവിടെ ഒരു മുട്ട എടുത്താൽ മതി എന്നുള്ളതാണ്, അല്ലെങ്കിൽ കുറച്ച് ഫിഷ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രോട്ടീൻ എല്ലാം കിട്ടി. അങ്ങനെയല്ല, നമ്മുടെ ഓരോ പ്ലേറ്റിലും പ്രധാനപ്പെട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ 3ലും നമുക്ക് പ്രോട്ടീൻ ആഡ് ഉണ്ടെന്നുള്ള നമുക്ക് ഉറപ്പ് വരുത്തണം. PCOSകാർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് പ്ലാന്റ് സോഴ്സ് ആണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ. ഓക്കെ, കാര്യം നോൺ വെജ് മിൽക്ക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഫാറ്റ് അല്പം കൂടുതലാണ്. അതും റെസ്ട്രിക്റ്റഡ് അല്ല പറയുന്നത്, ആ പേഴ്സന്റെ പ്രോട്ടീൻ നീഡ് അനുസരിച്ചിട്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ പ്ലാന്റ് സോഴ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും എടുക്കാം. പക്ഷെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, നോൺ വെജ് എടുക്കുമ്പോൾ ലെസ് ക്വാണ്ടിറ്റീന് മോർ പ്രോട്ടീനും, പ്ലാന്റ് സോഴ്സ് എടുക്കുമ്പോഴത്തേക്കും മോർ ക്വാണ്ടിറ്റീന്ന് ലെസ് പ്രോട്ടീനും കിട്ടുന്നത്. സോ ഇത് 3ഉം നമ്മളൊന്ന് മാനേജ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ്. ഓക്കെ, ദെൻ മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത്, പ്രോട്ടീൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഫൈബർ. ഓക്കെ, കാര്യം ഒരു ഒബീസ് PCOSകാർക്ക് പ്രത്യേകിച്ച് നമുക്ക് ഫാറ്റ് ലോസ് ആയിരിക്കും വേണ്ട, ഫാറ്റ് ബേൺ ആയിട്ട് പോകണം. സോ അതിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ഈ പറയുന്ന പോലത്തെ ഫൈബറാണ്. അതും 2 ടൈപ്പ് ഉണ്ട്, വാട്ടർ സോലുബിൾ ആൻഡ് ഫാറ്റ് സോലുബിൾ. വാട്ടർ സോലുബിൾ നമ്മളെ ബൗൾ മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത്, ഫാറ്റ് സോലുബിൾ ഫൈബർ നമ്മളെ ഫാറ്റ് നന്നായിട്ട് ബേൺ ആവാൻ ഹെൽപ്പ് ചെയ്യും. സോ ഇത്രയേ ഉള്ളൂ. എനിക്കറിയില്ല അത് 2 ഫൈബർ ഉള്ള കാര്യം. ഉണ്ട്, 2 ഫൈബർ ഉണ്ട്. 2 ഫൈബർ. കാര്യം ചിലവർക്ക് കഴിക്കുമ്പോഴത്തേക്ക് വെയിറ്റ് ലോസ് ചിലർക്ക് പെട്ടെന്ന് കിട്ടില്ല. ഓക്കെ, സോ വെയിറ്റ് ലോസ് പലതൊരു വേറൊരു സെക്ഷനാണ്. നമുക്ക് 3 ടൈപ്പ് തന്നെ ഉണ്ട്. മീൻസ് വാട്ടർ ലോസ് ഉണ്ട്, ഫാറ്റ് ലോസ് ഉണ്ട്, മസിൽ ലോസ് ഉണ്ട്. പ്രധാനമായിട്ടും ക്രാഷ് ഡയറ്റിലൊക്കെ വരുന്നത് മസിൽ ലോസ് ആണ്. നമ്മൾ ഭയങ്കര ഇന്റൻസീവ് ആയിട്ട് കുറച്ചേരം വർക്ക്ഔട്ട് ചെയ്തിട്ട് വെയിൻ മെഷീനിൽ നോക്കുമ്പോൾ വരുന്നത് വാട്ടർ ലോസ് ആണ്. പിന്നെ PCOSകാർക്ക് വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ എൻ്റെ ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. ചിലർക്ക് റെഗുലറായിട്ട് വെയിറ്റ് നോക്കാൻ പറയും, ചിലർക്ക് നോക്കാൻ പറയില്ല സ്റ്റൊമക്കിൽ. അപ്പോൾ ചിലർക്ക് വലിയ ഡിഫറൻസ് കാണില്ല. റെഗുലറായിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ 100 ഗ്രാംസ് 50 ഗ്രാംസ് ഇങ്ങനെ കുറഞ്ഞിട്ട് പിന്നെ ഒരു 2-3 ഡേയ്സ് അങ്ങ് സ്റ്റക്കായി നിൽക്കും, അനങ്ങത്തില്ല. അപ്പോൾ ഭയങ്കര ടെൻഷൻ, അയ്യോ ഞാൻ ഇത്രയും ചെയ്തു. പക്ഷെ അവർ പറയുന്നത് എൻ്റെ സ്കിൻ കുറച്ചുകൂടെ ബെറ്റർ ആവുന്നുണ്ട്, എനിക്ക് ഉറക്കം നന്നായിട്ട് കിട്ടുന്നുണ്ട്, എൻ്റെ ബൗൾ മൂവ്മെൻറ്റ് പ്രോപ്പർ ആവുന്നുണ്ട്, എന്നിട്ടും എനിക്ക് എന്തുകൊണ്ട് വെയിൻ മെഷീനിൽ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ വെയിൻ മെഷീനിൽ കാണാൻ പറ്റാത്തത്, ഇപ്പോൾ നമ്മളൊരു നോർമൽ വെയിൻ മെഷീനിൽ നോക്കുമ്പോൾ നമ്മുടെ ഓർഗൻ വെയിറ്റ്, മസിൽ വെയിറ്റ്, വാട്ടർ വെയിറ്റ് എല്ലാത്തിൻ്റെ ഒരു ആവറേജ് വാല്യൂ ആണ്. അപ്പോൾ അതിൽ നിന്ന് മാത്രം ഫാറ്റ് പോയോ ഇല്ലേ എന്നുള്ള നമുക്ക് നോക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ അതിനുവേണ്ടി നമ്മൾ വേസ്റ്റും ഹിപ്പും സർക്കംഫറൻസസ് നോക്കാം. ഇപ്പോൾ ഒരാളുടെ BMI എന്ന് പറയുന്നത് നമുക്ക് ഒരാളുടെ ഒബീസിറ്റി എത്രയാണെന്ന് നിർണ്ണയിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരാളുടെ ഒബീസിറ്റി എത്രയാണ് നോക്കുന്നത് വേസ്റ്റും ഹിപ്പും റേഷ്യോ ആണ്. സോ ഇഞ്ച് ലോസ് പുതിയ പുതിയ അറിവുകൾ. നമ്മൾ വെയിറ്റ് നോക്കി അങ്ങ് വിടും. പേഷ്യന്റിനായാലും നമ്മൾ വെയിറ്റ് നോക്കി അങ്ങ് വിടും. ഇഞ്ച് ലോസ്. അപ്പോൾ നമ്മൾ Day 1ഉം Day 7ഉം മെഷറിംഗ് ടേപ്പ് വെച്ചിട്ട് വേസ്റ്റും ഹിപ്പും മെഷർ ചെയ്യാൻ പറയാം. സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് മെഷറിംഗ് നമുക്ക് ഒരു വീക്കിലി അല്ലെങ്കിൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്ന അനുസരിച്ചിടാം. അവർക്ക് ഏറ്റവും ആദ്യം വരുന്ന ഡിഫറൻസ് ഡ്രസ്സ് ലൂസ് ആവും. വേസ്റ്റ് നമ്മൾ നോക്കാറുണ്ട്, സർക്കംഫറൻസ് നോക്കാറുണ്ടല്ലോ, ഒബിസിറ്റി, സെൻട്രൽ ഒബിസിറ്റി. നമ്മൾ ഈ ഒരു ബട്ടിന്റെ ഈ ഒരു ഏരിയ, ബട്ടിന്റെ ഫുൾനെസ് വരുന്ന ഭാഗത്താണോ? അതും അങ്ങനെയല്ല, നമ്മൾ ഇത് നമ്മൾ നേവലിന്റെ ജസ്റ്റ് താഴെയാണ് നമ്മൾ വേസ്റ്റ്, അതുപോലെ ഈ പൊസിഷനിൽ തന്നെയാണ് ഹിപ്പ്. നേവലിന്റെ അവിടെയാണോ വേസ്റ്റ്? അല്ല, ജസ്റ്റ് അതിന്റെ ജസ്റ്റ് ഇവിടെ ആയിട്ടാ വരിക.
ഫസ്റ്റ് അല്ല. ഓ ശരി ശരി ഓക്കെ. സോ അപ്പോൾ അവർക്ക് നമുക്ക് ഡ്രസ്സ് ലൂസ് ആവും. അതാണ് നമുക്ക് PCOSകാർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ. പിന്നെ ടു ബി ഒരു ഫണ്ണും അതുപോലെ തന്നെ ട്രാജിക് ഒരു കാര്യമാണ്. നമ്മൾ ഈ PCOS അല്ലെങ്കിൽ ചിലർക്ക് പീരീഡ്സ് മിസ്സാവും കുറേ മാസം. എന്നിട്ട് അവർ വരുമ്പോൾ അവർക്ക് വിഷമം എന്താണെന്നറിയോ? ഈ പീരീഡ്സ് ആവാത്തതൊന്നും അല്ല, ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടാൻ പറ്റാത്തതാണ്. അതെ അതെ. മാസങ്ങളായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളായിട്ടുള്ള ഡ്രസ്സുകൾ അടുക്കി വെച്ചിട്ടുണ്ട്. സീരിയസ്, നമുക്ക് ആദ്യം കേൾക്കുമ്പോൾ ചിരി വരും, പക്ഷെ അതിന് ഭയങ്കരമായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്നവരുണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ കളിയാക്കലുകൾ, അങ്ങനത്തെ കാര്യങ്ങൾ. ബോഡി ഷേമിങ്. സോ അങ്ങനെ ഒരു 1 വീക്ക് ഒക്കെ കഴിച്ച് അവർക്ക് ഭയങ്കര സന്തോഷമാണ്. പീരീഡ്സ് ആവുന്നതിനേക്കാളും ഹാപ്പിനെസ് ആണ് അവർക്ക് ആ ഡ്രസ്സ് അല്പം ലൂസായി, എനിക്ക് ഇഞ്ച് ലൂസ് നമുക്ക് കിട്ടി ഡ്രസ്സിന് എന്നുള്ളത്. കിട്ടുന്ന സന്തോഷം വേറെ ഒന്നിലും കിട്ടാറില്ലല്ലോ. കറക്റ്റാ, നല്ല ഭംഗിയുള്ള ഡ്രസ്സ് അതെ ഇടാന്നുള്ളത്. അതെ. അതുപോലെ തന്നെ മാം പറഞ്ഞ പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ ഒരു 1-2 എക്സാമ്പിൾ പറഞ്ഞു ഓഫ് തരുമോ? കോഴ്സ് പ്ലാൻ സോഴ്സ് പ്രധാനമായിട്ട് 3 ടൈപ്പിലാണ് വരുന്നത്. ഒന്ന് പൾസസ് ഐറ്റംസ്, ഇപ്പൊ Okay. ഗ്രീൻ ഗ്രാം, ചിക്ക് പീ, സോയാബീൻ, രാജ്മ ആ, ഐറ്റംസ്. okay. നമ്മുടെ നാട്ടിലില്ലേ ചെറുപയർ തോരൻ, അതെ. അല്ലെങ്കിൽ നമ്മുടെ ഈ രാജ്മ എരിശ്ശേരി പോലെ വെക്കുക, കഴിഞ്ഞു. അതിൽ കൂടുതൽ നമ്മൾ അത് സെപ്പറേറ്റ് ബോയിൽ ചെയ്ത് കഴിക്കുകയോ അല്ലെങ്കിൽ സ്പ്രൗട്ട്സ് ചെയ്ത് ഒന്ന് വീക്കിലി ഇത്ര ഡേയ്സ് ഇൻക്ലൂഡ് ചെയ്യാറില്ല. മുട്ടയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു മുട്ടയിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല എന്നാണ് എല്ലാവരുടെയും ഒരു, അങ്ങനെ കറക്റ്റ് ആണോ? അല്ല, അത് വെറും തെറ്റായിട്ടുള്ള രീതിയാണ്. നമ്മൾ ഈ ഇപ്പോൾ ചോദിക്കും ഒരാൾക്ക് എത്ര എഗ്ഗ് കഴിക്കാം, ഒരാൾക്ക് എത്ര എഗ്ഗ് കഴിക്കാം, എത്ര ചിക്കൻ കഴിക്കാം, ഇതിൻ്റെയൊക്കെ ലിമിറ്റേഷൻ വരുന്നത് ആൾക്ക് എത്ര ഗ്രാം പ്രോട്ടീൻ നീഡ് ഉണ്ടെന്നനുസരിച്ചിട്ടാണ്. പ്രോട്ടീൻ നീഡ്. ഇപ്പോൾ ആളുടെ ഹൈറ്റ്, വെയിറ്റ്, അയാൾ ചെയ്യുന്ന ലൈഫ് സ്റ്റൈൽ, സെഡൻറ്ററി ആണോ ആക്റ്റീവ് ആണോ, ഇതനുസരിച്ചിട്ടാണ് നമ്മൾ പ്രോട്ടീൻ ഇൻടേക്ക് പറയുന്നത്. സോ ചിലപ്പോൾ 3 മുട്ട എടുക്കേണ്ടി വരും ഒരു ദിവസം, ചിലപ്പോൾ 4 മുട്ട എടുത്താലേ ആ പ്രോട്ടീൻ ഇൻടേക്ക് വരുള്ളൂ. മുട്ടയുടെ വെള്ളയും ആ യെല്ലോയും കൂടെ ചേർത്തിട്ട് 3 മുട്ട ഒരാൾക്ക് കഴിക്കാൻ പറ്റും. അത് ആളുടെ അന്നത്തെ നീഡ് അനുസരിച്ച്. മീൻസ് അന്നത്തെ ദിവസം ആള് വേറെ നോൺ വെജ് ഒന്നും കഴിച്ചിട്ടില്ല, ഞാൻ ഈ പറഞ്ഞ പ്ലാന്റ് സോഴ്സ് ഒന്നും ആൾ ഉപയോഗിച്ചിട്ടില്ല, എങ്കിൽ ആൾക്ക് പ്രോട്ടീൻ മീറ്റ് ആവണ്ടേ എന്ന് വെച്ചാൽ ഇത് ആഴ്ചയിൽ കുറേ ദിവസമോ ഇത് തന്നെ കൊള്ളാം കുറച്ച് കഴിച്ചാൽ മതിയല്ലോ, പെട്ടെന്ന് ഒരു മുട്ടയിൽ 6 ഗ്രാം പ്രോട്ടീനാണ് വരാം, എഗ്ഗും യോക്കും കൂടെ ചേർത്തിട്ട് എന്ന് പറഞ്ഞാൽ കുറേ കഴിക്കുന്നതുമല്ല. പിന്നെ പ്ലാന്റ് സോഴ്സിൽ വരുന്ന രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ നട്ട്സാണ്. കാഷ്യൂ, ബദാം, വാൾനട്ട്, പിസ്ത. ഇതിലും PCOSകാർ കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയും, ഡ്രൈ ഫ്രൂട്ട്സ് ഭയങ്കരമായിട്ട് കഴിക്കും. ബ്ലഡ് ഒക്കെ ഒന്ന് ആവാനായിട്ട് നല്ലതാ. നമ്മൾ ഈ ഡേറ്റ്സ്, ഒരു റൈസിൻസ്, പേഷ്യന്റ് ചോദിച്ചാൽ ബ്രസീലിയൻ നട്ട് അത് നല്ലതാണ്. ബ്രസീലിയൻ നട്ട്സ് ആക്ച്വലി നല്ലതാ, പക്ഷെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആണ്. വാൾനട്ട് നല്ലതാ, പക്ഷെ ക്വാണ്ടിറ്റി കൂടി കഴിഞ്ഞാൽ ഫാറ്റ് നല്ല രീതിയിൽ കൂടുതലേ. അതുകൊണ്ട് ഞാൻ ഇതൊരു ക്വാണ്ടിറ്റി. പിസ്തയിലാണ് കൂടുതൽ ഫാറ്റ് എന്നാ വിചാരിച്ചത്. വാൾനട്ടിലാണ് കമ്പാരിറ്റീവ്ലി കൂടുതൽ വരുന്നത്. കൂടുതലോ? പിന്നെ മൂന്നാമത്തെ സോഴ്സ് എന്ന് പറയുന്നത് സീഡ്സുകളാണ്. പെർഫെക്റ്റ് ചോയ്സ്. നമുക്ക് ഇത്ര ലിമിറ്റേഷൻ അങ്ങനെയില്ല, ഒരു ഭയങ്കര ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്ന് ഹൈ ഫൈബർ ആണ്, ഹങ്കർ മാനേജ് ചെയ്യും, വിശപ്പ്. പംകിൻ സീഡ്, ഫ്ലാക്സ് സീഡ്സ്, വാട്ടർമെലൻ, മസ്മെലൻ. സോ ഇതുപോലത്തെ സീഡ്സുകൾ അത് കിട്ടുന്നുണ്ട് നമ്മുടെ നാട്ടില്. അത് പണ്ട് കേട്ടിട്ടേ ഉള്ളൂ. കുറച്ച് ട്രെൻഡ് ആയി. മിക്സർ നട്ട്സ് നമ്മൾ ഈ സ്മൂത്തീസില്, ഓവർനൈറ്റ് ഓട്സിലൊക്കെ ഇട്ടിട്ട് ഇപ്പൊ കുറച്ച് ഇതായിട്ടുണ്ട്. അത് നമ്മൾ റെഗുലർ ആയിട്ട് എടുക്കണം. സോക്ക് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും പെർഫെക്റ്റ്. ഈ വയറിന് ബ്ലോട്ടിങ്, ഗ്യാസ്ട്രൈറ്റീസ് പോലെയൊക്കെ ഇഷ്യൂ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് സോക്ക് ചെയ്തിട്ട് തന്നെ എടുക്കാം. അപ്പൊ അതിൽ ആന്റി ന്യൂട്രിയൻസ് റെഡ്യൂസ് ആവുകയും ഡൈജഷൻ കുറച്ചുകൂടെ പ്രോപ്പർ ആയിട്ട് നടക്കും. അപ്പൊ സോക്ക് ചെയ്യണോ അല്ലേ? പലരും വറക്കും, പൊടിക്കും. അതെ, കഴിക്കാനുള്ള എളുപ്പത്തിന് അങ്ങനെ അതായത് ഓവർനൈറ്റ് ആണോ? അല്ല, ഓവർനൈറ്റ് ഇട്ടാലും കുഴപ്പമില്ല. ജസ്റ്റ് ഒരു 1 അവറിനെങ്കിലും അല്ലെങ്കിൽ ഒരു 50 to ഹാഫ് ആൻ അവറെങ്കിലും ഒന്ന് സോക്ക് ചെയ്താൽ അത്രയും ബെറ്റർ ആയിരിക്കും. ഫ്ലാക്സ് സീഡ് എല്ലാവരും ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ തോന്നുന്നു. ഫ്ലാക്സ് സീഡ്സ് നമ്മൾ ഇതിന് വരുമ്പോഴത്തേക്ക് ഓവർനൈറ്റ് ഓട്സ് വരുമ്പോൾ ചിയ സീഡാണ് എല്ലാവരും ഓവർനൈറ്റ് സോക്ക് ചെയ്യുന്നത്. ചിയ സീഡ് മോസ്റ്റ്. ഫ്ലാക്സ് സീഡ് പലർക്കും ഇഷ്ടപ്പെടില്ല, കാര്യം അത് സോക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ഒരു സ്ലൈം ഇല്ലാത്തൊരു കൺസിസ്റ്റൻസി, അത് പലർക്കും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കൊള്ളാം. എനിക്കൊന്ന് ഈ ക്ലാസ് ഒക്കെ നമുക്ക് ഡോക്ടർ അങ്ങനെയുള്ള ഒരു മേഖലയിലുള്ളവർക്കാണ് കൂടുതലും വേണ്ടത്. ഒന്നും കഴിക്കാറില്ലല്ലോ, രാവിലെ എന്തെങ്കിലും കഴിച്ചിട്ട് ഇറങ്ങിയാലായി.